ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഒരു കഥയിൽ നിന്ന് തുടങ്ങാം. അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. നഗരത്തിലെ വെളിച്ചം ഇപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അർജുൻ എന്ന ചെറുപ്പക്കാരൻ ഉള്ളിൽ ഇരുട്ട് മാത്രമേ അനുഭവപ്പെട്ടുള്ളൂ. ഡിസംബർ മുഴുവൻ അവൻ ഓടിനടന്നു, സമ്മാനങ്ങൾ വാങ്ങി, പാർട്ടികൾക്ക് പോയി, തന്റെ അപ്പാർട്ട്മെന്റ് അലങ്കരിച്ചു, ഓൺലൈനിൽ പുഞ്ചിരിക്കുന്ന ഫോട്ടോകൾ പോസ്റ്റ് ചെയ്തു. ജീവിതത്തിലെ ഏറ്റവും മികച്ച ക്രിസ്മസ് ആഘോഷിക്കുകയാണെന്ന് എല്ലാവരും കരുതി. എന്നാൽ ആ രാത്രിയിൽ കമ്പനി പാർട്ടി കഴിഞ്ഞ് അവൻ തന്റെ ഒഴിഞ്ഞ അപ്പാർട്ട്മെന്റിലേക്ക് നടന്നു, കിടക്കയുടെ അരികിൽ ഇരുന്നു. സത്യം ഒരു തിരമാല പോലെ അവനെ ബാധിച്ചു. എനിക്ക് എല്ലാമുണ്ട്, സമാധാനം ഒഴികെ. അവന് വെളിച്ചമുണ്ടായിരുന്നു, പക്ഷേ സന്തോഷമില്ല. അവൻ ശബ്ദമുണ്ടായിരുന്നു, പക്ഷേ സമാധാനമില്ല. അവൻ ക്രിസ്മസ് ഉണ്ടായിരുന്നു, പക്ഷേ ക്രിസ്തു ഇല്ല. ആ നിശബ്ദതയിലേക്ക് അവന്റെ ഹൃദയത്തിൽ ഒരു ചോദ്യം ഉയർന്നു, ഏതാണ്ട് ഒരു നിലവിളി. യേശു, എന്റെ ജീവിതത്തിന് അർത്ഥം നൽകാൻ കഴിയുന്നത് നീയാണോ, അതോ ഞാൻ മറ്റെന്തെങ്കിലും അന്വേഷിക്കണോ? സഹോദരീ സഹോദരന്മാരെ, ആ ചോദ്യം ക്ഷീണിതനും ആധുനികവുമായ ഒരു ഹൃദയത്തിന്റെ ചോദ്യം ഇന്നത്തെ സുവിശേഷത്തിലെ അതേ ചോദ്യമാണ്. ഇന്ന് സഭ ഇതിനെ ഗൗഡറ്റ് ഞായറാഴ്ച എന്ന് വിളിക്കുന്നു. നാം ജീവിതം എളുപ്പമായതുകൊണ്ടല്ല, മറിച്ച് നമ്മുടെ ചോദ്യങ്ങളിലും നമ്മുടെ ഇരുട്ടിലും പോലും കർത്താവ് സമീപത്തായതുകൊണ്ടാണ്. ശക്തനായ പ്രവാചകനും നിഷ്കളങ്ക പ്രസംഗകനുമായ യോഹന്നാൻ സ്നാനകൻ ഇപ്പോൾ ഒരു ഇരുണ്ട തടവറയിൽ ഇരിക്കുന്നു. ജനക്കൂട്ടമില്ല, നദിയില്ല, സ്വാതന്ത്ര്യമില്ല, വെറും നിശബ്ദതയും ചങ്ങലകളും. അവൻ തീയുടെയും ന്യായവിധിയുടെയും മിശിഹായെ പ്രസംഗിച്ചു. ശക്തനായ ഒരു രക്ഷകൻ. ഇസ്രായേലിലെ ഒരു നാടകീയ മാറ്റം. ഇപ്പോഴും മരങ്ങളുടെ ചുവട്ടിൽ കോടാലി കിടക്കുന്നു, എന്നാൽ യേശു നിശബ്ദമായി പട്ടണങ്ങളിലൂടെ സഞ്ചരിക്കുന്നു, രോഗികളെ സ്പർശിക്കുന്നു, പാപികളെ ക്ഷമിക്കുന്നു, പുറത്താക്കപ്പെട്ടവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു. യോഹന്നാൻ തന്റെ വേദനാജനകമായ സന്ദേശം യേശുവിന് അയക്കുന്നു. നീ യഥാർത്ഥത്തിൽ ഒരാളാണോ, അതോ നമ്മൾ മറ്റൊരാളെ അന്വേഷിക്കണോ? ആ ചോദ്യത്തിലെ വികാരം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമോ? നിരാശ, ആശയക്കുഴപ്പം, വേദന. യേശു ലളിതമായി അതെ എന്ന് ഉത്തരം നൽകുന്നില്ല. അവൻ പറയുന്നു, നീ കാണുന്ന കാര്യങ്ങൾ പോയി യോഹന്നാനോട് പറയുക. അന്ധർ കാണുന്നു, മുടന്തർ നടക്കുന്നു, ബധിരർ കേൾക്കുന്നു, മരിച്ചവർ ഉയിർത്തെഴുന്നേൽക്കുന്നു, ദരിദ്രർ സുവിശേഷം സ്വീകരിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, യോഹന്നാൻ, വീണ്ടും നോക്കൂ, ആഴത്തിൽ നോക്കൂ. രാജ്യം ഇതിനകം ഇവിടെയുണ്ട്. കരുണ ഇതിനകം ജ്വലിക്കുന്നു. ഞാൻ തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നവൻ, ഞാനല്ലെങ്കിലും. അവൻ അതിനെ ഒരു അനുഗ്രഹത്തോടെ മുദ്രയിട്ടു. എന്നിൽ വിശ്വാസം നഷ്ടപ്പെടാത്തവൻ ഭാഗ്യവാൻ. ഇരുട്ടിൽ പോലും വിശ്വസിക്കുന്നവൻ. ദൈവം വളരെ നിശബ്ദനായി, വളരെ സാവധാനത്തിൽ, വളരെ സൗമ്യനായി, വളരെ നിഗൂഢമായി തോന്നുമ്പോൾ പിടിച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ. ശൂന്യമായ രാത്രി കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അർജുൻ ഒരു ചെറിയ പള്ളിയുടെ അരികിലൂടെ നടന്നു. ഉള്ളിൽ എന്തോ മന്ത്രിച്ചു, അകത്തേക്ക് പോകൂ. അവൻ ഒരു ആഴ്ചയിലെ കുർബാനയിൽ പ്രവേശിച്ചു. സംഗീതമില്ല, അലങ്കാരങ്ങളില്ല, പ്രാർത്ഥിക്കുന്ന ഒരുപിടി ആളുകൾ മാത്രം. പഴയ വസ്ത്രം ധരിച്ച ഒരു വൃദ്ധ സ്ത്രീ ദിവ്യകാരുണ്യത്തെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നത് അവൻ കണ്ടു. അവളുടെ മുഖം മുഴുവൻ തിളങ്ങുന്നതായി തോന്നി. പുരോഹിതൻ പറയുന്നത് അവൻ കേട്ടു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. പെട്ടെന്ന് അവന്റെ ഉള്ളിൽ എന്തോ പൊട്ടി. അവൻ തിരിച്ചറിഞ്ഞു, യഥാർത്ഥ സന്തോഷം ഞാൻ എന്തു വാങ്ങുന്നു എന്നതിലല്ല, മറിച്ച് ഞാൻ ആരിൽ നിന്ന് സ്വീകരിക്കുന്നു എന്നതിലാണ്. യഥാർത്ഥ സമാധാനം എനിക്ക് പുറത്തല്ല, മറിച്ച് എന്റെ ഹൃദയത്തിൽ വരുന്നവനിലാണ്. അവന്റെ പ്രശ്നങ്ങൾ അപ്രത്യക്ഷമായില്ല, പക്ഷേ ശൂന്യത അപ്രത്യക്ഷമായി. കാരണം ഒടുവിൽ അവൻ ആ വ്യക്തിയെ കണ്ടെത്തി. ഈ ആഴ്ച സഭ കുരിശിന്റെ വിശുദ്ധ യോഹന്നാനെയും നമ്മോട് പങ്കുവയ്ക്കുന്നു. സ്വന്തം സഹോദരങ്ങൾ മതത്തിൽ ഒരു ചെറിയ തണുത്ത സെല്ലിൽ അടച്ചിട്ടിരിക്കുന്ന, തല്ലുകയും മറക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ. ആ ഭയങ്കരമായ ഇരുട്ടിൽ അദ്ദേഹം ദൈവസ്നേഹത്തിന്റെ ജ്വലിക്കുന്ന അഗ്നി കണ്ടെത്തി. ആത്മാവിന്റെ ഇരുണ്ട രാത്രി എന്ന് അദ്ദേഹം വിളിച്ചത് ദൈവം നമ്മെ ഉപേക്ഷിക്കുന്നതല്ല, മറിച്ച് നമ്മോട് അനുഭവിക്കാൻ കഴിയാത്ത വിധത്തിൽ അടുത്തുവരുന്നതും നമ്മുടെ സ്നേഹത്തെ ശുദ്ധീകരിക്കുന്നതും നമ്മുടെ വിശ്വാസത്തെ ആഴത്തിലാക്കുന്നതുമാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. വിശ്വാസം ഇരുട്ടിന്റെ അഭാവമല്ലെന്ന് അദ്ദേഹം നമ്മോട് കാണിച്ചു തരുന്നു. യേശു ഇപ്പോഴും ഏകനാണെന്ന് വിശ്വസിക്കുന്നതാണ് വിശ്വാസം, പ്രത്യേകിച്ച് എല്ലാം ഇരുണ്ടപ്പോൾ. അപ്പോൾ നമ്മൾ ഗൗഡറ്റ് സന്തോഷത്തിൽ എങ്ങനെ ജീവിക്കും? വ്യാജ പുഞ്ചിരിയോടെയല്ല, ശബ്ദത്തോടെയും തിളക്കത്തോടെയും അല്ല, എന്നാൽ 3 ധീരമായ തിരഞ്ഞെടുപ്പുകളോടെ. ആദ്യം നിശബ്ദ തിരഞ്ഞെടുക്കുക. ദൈവം കാത്തിരിക്കുന്ന വാതിലാണ് നിശബ്ദത. യേശു പലപ്പോഴും പ്രാർത്ഥിക്കാൻ, പിതാവിനെ ശ്രദ്ധിക്കാൻ, വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒറ്റയ്ക്ക് മലകൾ കയറി. ലോകം നിശബ്ദതയെ ഭയപ്പെടുന്നു. അത് എല്ലാ സ്ഥലവും സ്ക്രീനുകളും ശബ്ദവും കൊണ്ട് നിറയ്ക്കുന്നു.
എന്നാൽ നിശബ്ദതയില്ലെങ്കിൽ ദൈവത്തിന് ഇടമില്ല. അതിനാൽ ഈ ആഴ്ചയിൽ എല്ലാ ദിവസവും 15 മിനിറ്റ് സമയം കണ്ടെത്തുക. ഫോണില്ല, സംഗീതമില്ല, നിങ്ങളും യേശുവും മാത്രം. നിങ്ങളുടെ യഥാർത്ഥ ഭയങ്ങളും സംശയങ്ങളും അവനോട് പറയുക, ജയിലിലെ യോഹന്നാനെ പോലെ. രണ്ടാമതായി, യേശു നിങ്ങളുടെ ജീവിതം രൂപപ്പെടുത്തട്ടെ. മൃദുവായ സാങ്കല്പിക യേശുവല്ല, യഥാർത്ഥ യേശു. സുഖപ്പെടുത്തുകയും നേരിടുകയും ചെയ്യുന്നവൻ, ക്ഷമിക്കുകയും മതപരിവർത്തനത്തിലേക്ക് വിളിക്കുകയും ചെയ്യുന്നവൻ, എല്ലാം അനുഗ്രഹിക്കുകയും ഒന്നും മാറ്റാതിരിക്കുകയും ചെയ്യുന്ന ഒരു മിശിഹായെ നമ്മുടെ സംസ്കാരം ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങളുടെ യേശു ഒരിക്കലും നിങ്ങളുടെ ജീവിതശൈലി, നിങ്ങളുടെ ചെലവുകൾ, നിങ്ങളുടെ ബന്ധങ്ങൾ, നിങ്ങളുടെ ഓൺലൈൻ ശീലങ്ങൾ എന്നിവയെ വെല്ലുവിളിക്കുന്നില്ലെങ്കിൽ അത് അവനല്ല, അത് നിങ്ങളുടെ പ്രതിച്ഛായയിൽ നിർമ്മിച്ച ഒരു വിഗ്രഹമാണ്. യേശു യോഹന്നാന്റെ പ്രതീക്ഷകളെ തിരുത്തിയതുപോലെ സുവിശേഷവും സഭയുടെ പഠിപ്പിക്കലും നിങ്ങളുടെ പ്രതീക്ഷകളെ ശരിയാക്കട്ടെ. മൂന്നാമത്, നിങ്ങളുടെ വിശ്വാസം പുറത്തേക്ക് ജീവിക്കുക. യോഹന്നാനുള്ള യേശുവിന്റെ ഉത്തരം ഒരു സിദ്ധാന്തമല്ല, മറിച്ച് പ്രവൃത്തികളുടെ ഒരു പട്ടികയായിരുന്നു. രോഗശാന്തി, ഉയർത്തൽ, പുനഃസ്ഥാപനം. ദരിദ്രർക്ക് സുവിശേഷം വെറും പാട്ടും അലങ്കാരവും ഉപഭോഗവും മാത്രം ഉള്ള സഭ. യഥാർത്ഥ സാക്ഷ്യവും സേവനവും ഇല്ലെങ്കിൽ യോഹന്നാന്റെ ചോദ്യത്തിന് യേശുവാണോ വാസ്തവത്തിൽ മെസ്സിയ നിശബ്ദമായി മറുപടി നൽകാതെ നിൽക്കുകയാണ്. നിങ്ങളുടെ ഒരു സ്നേഹപ്രവൃത്തിയാണ്, അതെ, അവൻ തന്നെയാണ് എന്നൊരു ജീവിച്ചുള്ള മറുപടി. അപ്പോൾ ഇതാ നിങ്ങളുടെ ആഗമന വെല്ലുവിളി. ഈ ആഴ്ച ഒരു ശൂന്യമായ ഈ ക്രിസ്മസ് ശീലം ഉപേക്ഷിക്കുക. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു വാങ്ങൽ, ഒരു ഭാഗം, അത് ശുദ്ധമായ ഒരു ഷോയാണ്. നിങ്ങളുടെ ഹൃദയത്തെ മരവിപ്പിക്കുന്ന ഒരു ഓൺലൈൻ ശ്രദ്ധാശൈലി. സ്നേഹത്തിന്റെ ഒരു പ്രവൃത്തി ഉപയോഗിച്ച് അത് മാറ്റിസ്ഥാപിക്കുക. ഏകാന്തനായ ഒരാളെ സന്ദർശിക്കുക, മറന്നുപോയ ഒരു ബന്ധുവിനെ വിളിക്കുക, നിങ്ങൾ ഒഴിവാക്കുന്ന ഒരാളോട് ക്ഷമിക്കുക, യഥാർത്ഥ ആവശ്യത്തിലുള്ള ഒരാളെ സഹായിക്കുക, അല്ലെങ്കിൽ കുമ്പസാരത്തിന് പോകുക. നിങ്ങളുടെ ആത്മാവിൽ അന്ധമോ മുടന്തനോ ആയത് യേശു സുഖപ്പെടുത്തട്ടെ. പിന്നെ ആഴ്ചാവസാനം, തൊട്ടിലിന് മുന്നിൽ, പള്ളിയിലോ വീട്ടിലോ ശാരീരികമായി നിന്ന് അതേ ചോദ്യം മന്ത്രിക്കുക, കർത്താവേ, നീയാണോ അത്? ശാന്തവും വിനീതവുമായ ഹൃദയത്തോടെ കേൾക്കുക. ഇടിമുഴക്കത്തിലല്ല, സമാധാനത്തോടെ, കരുണയിൽ. നിങ്ങളുടെ ഉള്ളിൽ നിശബ്ദമായി സംഭവിക്കുന്ന മാറ്റത്തിൽ നിങ്ങൾ അവന്റെ ഉത്തരം കേൾക്കും. സഹോദരീ സഹോദരന്മാരെ, ലോകം ആവശ്യപ്പെടാത്ത ഒരു ക്രിസ്മസ് ആഗ്രഹിക്കുന്നു. ലോകത്തെ ഉണർത്തുന്ന സന്തോഷമുള്ള ശിഷ്യന്മാരെയാണ് യേശു ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ സംശയങ്ങൾ അവനിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ നിരാശകൾ അവനിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ ക്ഷീണിച്ച ഹൃദയം അവനിലേക്ക് കൊണ്ടുവരിക. ആഴമില്ലാത്ത ക്രിസ്മസ് നിരസിക്കുക. യഥാർത്ഥ ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കുക. അവനിൽ വിശ്വാസം നഷ്ടപ്പെടാത്തവൻ ഭാഗ്യവാൻ. ആമേൻ.